ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒബീസിറ്റി അഥവാ അമിതവണ്ണം, ദുർമേധസം എന്നറിയപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പം എന്താണ് ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം? ഒരു വ്യക്തിയുടെ പ്രായത്തിനോ ആ വ്യക്തി കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ആ ഒരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലിംഗം പുരുഷനാണോ സ്ത്രീയാണോ അതിന് അനുപാതികം അല്ലാത്ത വിധം ശരീരഭാരം കൂടുക, ഇതിനെയാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി നമുക്ക് എവർക്കും നന്നായിട്ട് അറിയാം. എന്തെന്നാൽ ഒന്നാമത് ഈ കോവിഡ് കാലത്ത് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒബീസിറ്റിയുടെ ഇരകളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ രോഗങ്ങൾ എന്നൊരു വിഭാഗം രോഗങ്ങളുണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൂടിയ രക്തസമ്മർദ്ദം, പ്രമേഹം, ഡയബറ്റിസ് അല്ലെങ്കിൽ കൊളസ്ട്രോളിലെ വിഷയങ്ങൾ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഇവയെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഒബീസിറ്റിയെ നമുക്ക് എങ്ങനെ അളക്കാം? ഒരു വ്യക്തിയുടെ ഭാരം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 65 കിലോ ആണ്. ഇത് ഒബീസ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാം? ഇപ്പം അതൊരു പുരുഷനായാൽ 65 ചിലപ്പം അമിതഭാരം ആയിരിക്കണമെന്നില്ല. ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അമിതഭാരം ആയിരിക്കാം. ഒരു വ്യക്തിയുടെ ഹൈറ്റ്, അയാളുടെ ഏജ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒബീസിറ്റി അളക്കുന്നത്. അപ്പം അതിന് നമുക്ക് ചില സിമ്പിൾ ആയിട്ടുള്ള ചില വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഇങ്ങനെ നുറുക്ക് വിദ്യകളുണ്ട്. എങ്ങനെ നമുക്കറിയാം നമ്മൾ ഒബീസ് ആണോ അല്ലയോ എന്ന്? അതായത് ഒരു വ്യക്തിയുടെ ഹൈറ്റ് നമ്മൾ സെന്റിമീറ്റേഴ്സിൽ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് ആ സംഖ്യയിൽ നിന്ന് 2-3 കിലോ അപ്പുറോ ഇപ്പുറോ ആയാൽ നമ്മുടെ വെയിറ്റ് ഓക്കെ വെയിറ്റ് ആണ്. പക്ഷെ ഇതൊരു വേഗമായിട്ടുള്ള ഒരു അളവാണ്, അല്ലെ വേഗമായിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ പ്രെസിഷൻ വരണം. അതിനാണ് നമ്മൾ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവുകോൽ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ബോഡി മാസ് ഇൻഡെക്സ്? ബോഡി മാസ് ഇൻഡെക്സ് പോലെ തന്നെ വേറെ കുറേ ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. പക്ഷെ ബോഡി മാസ് ഇൻഡെക്സ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിൽ എവിടെന്നെങ്കിലും എടുക്കാം. നമ്മുടെ പലചരക്ക് കടകളിലോ പച്ചക്കറി കടകളിലോ ഉള്ള വെയിങ് മെഷീൻ, അല്ലെങ്കിൽ ഇപ്പം മിക്ക വീടുകളിലും വെയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഈ വെയിങ് മെഷീനിൽ നമ്മുടെ ഭാരം കിലോഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാരത്തെ നമ്മളുടെ ഹൈറ്റ്, മീറ്റേഴ്സിൽ എടുക്കുന്ന ഹൈറ്റ് കൊണ്ട് 2 പ്രാവശ്യം ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അതായത് BMI എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂവിൽ നിന്നാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ഒബീസിറ്റിയുടെ അളവെടുക്കുന്നത്. അതായത് ഒരു വ്യക്തി 18.9 എന്ന BMI ഉള്ള ഒരാളാണെങ്കിൽ അയാൾ നോർമൽ വെയിറ്റിന്റെ ബ്രിമ്മിലാണ്, അതിൽ താഴെയുള്ളത് അണ്ടർ വെയിറ്റ് ആണ് കേട്ടോ. ഈ 18.9 നിന്ന് പിന്നെ 19 മുതൽ 24.9 വരെയുള്ള വെയിറ്റ് നോർമൽ വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ BMI നോക്കി ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ BMI എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അമിതവണ്ണത്തിലേക്കോ ഒബീസിറ്റിയിലേക്കോ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് ഇരിക്കാം. അതേസമയം ഇത് 25 മുതൽ 29.9 വരെ എത്തുവാണെങ്കിൽ അത് നമ്മൾ ഓവർ വെയിറ്റ് ആണ്, ഒബീസ് ആയിട്ടില്ല. ഇതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ വരണമെന്നില്ല, പക്ഷെ ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങൾക്കുള്ള തുടക്കം ചിലപ്പം ഈ ഓവർ വെയിറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഉണ്ടായേക്കാം. ഈ ഒരു കാറ്റഗറിയാണ് നമുക്ക് ഏറ്റവും സേഫ്, നമുക്ക് നമ്മുടെ വെയിറ്റ് കറക്റ്റ് ചെയ്ത് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി. ഇത് കഴിഞ്ഞുള്ളത്, അതായത് 30 മുതൽ 35 എന്ന് പറയുമ്പോൾ നമ്മൾ ഒബീസ് എന്ന കാറ്റഗറിയിലേക്ക് വരുവാണ്. അതും കഴിഞ്ഞ് കൂടി 40 വരെ ഉള്ളത് സിവിയർ ഒബീസിറ്റി, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അസുഖങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു BMI ആണ് ഈ 40 വരെയുള്ള BMI. അതിന് മേലിൽ നിന്ന് പറയുന്നത് മോർബിഡ് ഒബീസിറ്റി, അല്ലെങ്കിൽ ഒരു അസുഖമായി മാറിയിരിക്കുന്ന ഒബീസിറ്റി. അവിടെ ഒബീസിറ്റി തന്നെ ഒരു അസുഖമാണ്, വേറെ അസുഖങ്ങളുടെ ആവശ്യം അക്കൂടെ നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ BMIന്റെ ബേസിസിൽ നമ്മൾ ഒബീസ് ആണോ അമിതവണ്ണക്കാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അമിതവണ്ണത്തിന് കാരണങ്ങൾ? നമ്മൾ അമിതവണ്ണമുള്ള ഒരു വ്യക്തിയെ കാണുകയോ ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ നടന്നു പോവുകയോ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കമന്റ് എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം. ശരിയാണ്, ഭക്ഷണം ഇതിനൊരു വലിയ ഘടകം തന്നെയാണ്. പക്ഷെ ഭക്ഷണം മാത്രം ഒരിക്കലും ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിന്റെ കാരണമായി മാറുന്നില്ല. ഭക്ഷണം മാത്രം ആവാനാണെങ്കിൽ നമ്മൾ കാണാറുണ്ട്, ഈ വണ്ണം കൂടിയുള്ള വ്യക്തികളുടെ ഭക്ഷണ രീതി കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. പലരും പറയാറുണ്ട്, ഒരു പിടി ചോറേ ഞാൻ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ, എന്നിട്ട് വെള്ളം കുടിച്ചാൽ പോലും ഞാൻ വണ്ണം വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം മാത്രം ഒരിക്കലും ഒരു വ്യക്തിയുടെ വണ്ണത്തിനോ അമിതവണ്ണത്തിനോ ഈ ഒബീസിറ്റി എന്ന അവസ്ഥയ്ക്കോ കാരണമാകുന്നില്ല. അതിൻ്റെ കൂടെ വേറെ കുറേ ഘടകങ്ങളും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതശൈലി, ഏത് വിധത്തിലാണ് അയാളുടെ ഒരു ദിവസം
ദിവസം കഴിച്ചു കൂട്ടുന്നത്. എത്രമാത്രം ആ ശരീരം വ്യായാമങ്ങൾ അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എക്സസൈസസ് ഒരു ചിട്ടയായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു 30-40% ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ സ്ത്രീകൾ മിക്കവരും പറയാറുണ്ട്, ഞാൻ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ തന്നെ ഒരു എക്സസൈസിന് മേലിലാണ്, അതിലും കൂടുതൽ ജോലികൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരിക്കലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിന്റെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പറ്റുമായിരുന്നു. അതായത് തുണി അലക്കുക, കല്ലിൽ അലക്കുക, കല്ലുകൊണ്ട് അമ്മിക്കല്ല് ഉപയോഗിച്ച് അരയ്ക്കുക, അരിയും ഉഴുന്നും അരയ്ക്കുക, ഈ വക കാര്യങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തെ ആയാസപ്പെടുത്തി ചെയ്തിട്ടിരുന്ന വീട്ടുജോലികളായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം കോരുക പോലും ഇല്ല അല്ലെ, കപ്പി ഉപയോഗിച്ച് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുക അതുപോലും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതശൈലി മാറിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരിക്കലും നമുക്ക് എക്സസൈസസ് ആയിട്ട് കൂട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സസൈസസിന്റെ കുറവ് പലപ്പോഴും നമ്മളെ അമിതവണ്ണത്തിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ശൈലിയിൽ വന്ന വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പ്രോസസ്ഡ് ഫുഡ്, അതായത് ഭക്ഷണം എങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നോ ആ രീതിയിലല്ല അതെടുക്കുന്നത്. അതിനെ പല വിധത്തിൽ പ്രോസസ്സ് ചെയ്ത് പല രീതിയിലാക്കിയിട്ടാണ് എടുക്കുന്നത്. ശീതള പാനീയങ്ങൾ അല്ലെ, നമ്മൾ സ്പ്രൈറ്റ്, കൊക്കക്കോളയൊക്കെ മിക്ക ഫ്രിഡ്ജുകളിലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ ആ വിധത്തിലെ സാധനങ്ങൾ, മധുരം അമിതമായി ചേരുന്ന, പഞ്ചസാരയുടെ അളവ് വല്ലാണ്ട് കൂടി ചേരുന്ന സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിയാത്ത സാധനങ്ങളായി മാറിയിരിക്കുവാണ്. നാച്ചുറൽ ഫുഡ് കുറവാണ്. അപ്പൊ ആ വിധത്തിലുള്ള ഫുഡ് ശീലമാക്കുന്നതും പലപ്പോഴും ഒബീസിറ്റിക്ക് മെയിൻ കാരണമായി മാറുകയാണ്. ഇപ്പൊ കുട്ടികളിൽ കാണുന്ന അമിതവണ്ണത്തിന്റെ ഒരു പ്രധാന കാരണം ബേക്കറി ഫുഡ് ബേസ്ഡ് അടുക്കളയാണ്. പലപ്പോഴും മാഗി നൂഡിൽസ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, കെല്ലോഗ്സ് അതായിരിക്കും ചിലപ്പോൾ ഒരു ടീ ടൈം സ്നാക്ക്. അപ്പൊ ഈ രീതിയിൽ പോകുന്ന ഒരു കാര്യം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അമിതവണ്ണത്തിന് ഇരയായി പോകുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ ഉണ്ടാവാൻ കാരണങ്ങൾ? അതായത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഹോർമോണുകളുണ്ട്, കുറച്ച് ഗ്രന്ഥികളുണ്ട്, എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്ന് പറയും. ഈ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഡയറക്ട്ലി നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആയതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും നന്നേ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ചില എൻഡോക്രൈൻ ഫങ്ഷൻസിനെ ബ്ലോക്ക് ചെയ്യാൻ ചില മരുന്നുകൾ കഴിക്കാറുണ്ട്. ഇപ്പൊ സ്ത്രീകൾ പ്രധാനമായിട്ടും ആർത്തവ സൈക്കിള്, അതായത് മെൻസ്ട്രൽ സൈക്കിളിനെ ഓൾട്ടർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി വരാതിരിക്കാൻ, അതായത് നമ്മൾ കോൺട്രസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുകയോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പാർശ്വഫലമായിട്ട് പലപ്പോഴും ഒബീസിറ്റി വന്നു ചേരാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ചില മരുന്നുകളുടെ കൃത്യമായ ഉപയോഗങ്ങൾ, ഇപ്പൊ ചില ഡയബറ്റിസിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അല്ലെങ്കിൽ PCODക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പിലെപ്സി, അതായത് കോട്ടിന്റെ അസുഖമുള്ള ആൾക്കാർ കൃത്യമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ അല്ലെങ്കിൽ വേറെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾക്ക് നമ്മളെ ഒബീസ് ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മരുന്നുകളും നമ്മളെ ഒബീസിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറുകയാണ്. പിന്നെ ഇത് കൂടാതെ ചില അസുഖങ്ങൾ എന്ന് പറയുമ്പം ഈ അസുഖങ്ങളും ഒബീസിറ്റി ആയിട്ട് ഒരു പ്രത്യേകതര ബന്ധമാണുള്ളത്. നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ്, ഹൃദ്രോഗങ്ങൾ, പിന്നെ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള BP കൂടിയ അവസ്ഥകൾ, തൈറോയ്ഡ് ഡിസീസസ്, തൈറോയിഡിന് വന്നു ചേരുന്ന പല അസുഖങ്ങൾ, പിന്നെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ. അപ്പൊ ഈ അസുഖങ്ങൾ ഒബീസിറ്റി മൂലം ഈ അസുഖങ്ങൾ വന്നു ചേരാം. അതേപോലെ തന്നെ ഈ അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി കൂടുകയും ചെയ്യാം. അപ്പൊ ഇതിനെ നമ്മളൊരു വിഷ്യസ് സൈക്കിൾ എന്നാ പറയുക. അതായത് ഒന്നിലേക്ക് നയിക്കുകയും ആ ഒന്ന് വീണ്ടും ആദ്യത്തെ ഒന്നിലേക്ക് നയിക്കുകയും അങ്ങനെ ഈ സൈക്കിൾ വലുതായി നമ്മൾ ഈ രോഗത്തിന് അടിമയാകുകയും ചെയ്യും, നമ്മുടെ അമിതവണ്ണം കൂടി വരികയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഒബീസിറ്റിക്കുള്ള കാരണങ്ങൾ. അപ്പൊ ഈ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് എന്തിനും പരിഹാരം ഉള്ളതുപോലെ തന്നെ ഒബീസിറ്റിക്ക് നമുക്ക് പരിഹാരങ്ങളുണ്ട്. പ്രിവെൻഷൻ ആണ് എപ്പോഴും നല്ലതെങ്കിലും നമുക്ക് പരിഹരിക്കാൻ തക്ക ലിമിറ്റേഷനിൽ പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒബീസിറ്റിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? അപ്പൊ പലരുടെയും പലതരം ഡയറ്റുകൾ, ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് ഒരു വാർത്തയിൽ ഒരു വലിയ വാർത്തയായ ഒരു സംഭവം
സംഭവമാണ് ഒരു പ്രത്യേകതരം ഡയറ്റ്, അതായത് കീറ്റോ ഡയറ്റ് കഴിച്ച് ഒരു സ്ത്രീ മരണമടഞ്ഞു എന്ന്. അപ്പൊ ഈ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒബീസിറ്റിക്ക് വേണ്ടി നമ്മൾ റിഗറസ് ആയിട്ടുള്ള ഡയറ്റിംഗ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലേക്ക് എടുത്തു ചാടി വണ്ണം കുറയ്ക്കാനുള്ള ശ്രമം നടത്താൻ പാടില്ല. ഇത് ഒരു ചിട്ടയായ രീതിയിൽ മാത്രമേ നമുക്ക് അമിതവണ്ണം കുറയ്ക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാൻ പറ്റാറുള്ളൂ. പലപ്പോഴും പല ഡയറ്റുകളും ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട്, ഞാൻ അതും ഇതുമൊക്കെ കഴിച്ചു വണ്ണം കുറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് നിർത്തിയതോടെ അതിന് ഇരട്ടിയായിട്ട് ഇപ്പൊ വണ്ണം കൂടിയിരിക്കുവാണ്. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥകൾ വന്നു ചേരാവുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒബീസിറ്റി മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെതായ കുറച്ച് ചിട്ടകളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്? ഒന്ന്, ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ജീവിതശൈലിയുടെ ഭാഗമായി മാറുന്ന ഒബീസിറ്റി കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മെനുവിൽ നിന്നും മധുരം, അമിതമായ കൊഴുപ്പിന്റെ ഉപയോഗം ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ബേക്കറി അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ പരമാവധി ഒഴിവാക്കുന്നത്. അത്യാവശ്യം ഈ മോർബിഡ് ഒബീസ് അല്ലെങ്കിൽ സിവിയർലി ഒബീസ് ആൾക്കാർ ഇത് കഴിക്കാനേ പാടില്ല എന്ന് തന്നെയാണ്. അതർവൈസ് നമ്മൾ ഇത് വല്ലാണ്ട് ലിമിറ്റ് ചെയ്യുക. ശരിക്കും ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, നാച്ചുറൽ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം വേണം നമ്മൾ കൂടുതലും കഴിക്കേണ്ടത്. അതായത് പോളിഷ്ഡ് റൈസിന് പകരം നമ്മൾ തവിടുള്ള അരി, നമ്മുടെ ചെമ്പാവ് അരി പോലത്തെ ചുമന്ന അരി, പിന്നെ ഓട്സ്, അവല്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിശപ്പ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടെ നമുക്ക് ഒബീസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ. പിന്നെ വിശപ്പ് കൺട്രോൾ പറയുമ്പം ഒരിക്കലും ഫാസ്റ്റിംഗ് ഒബീസിറ്റിക്കുള്ളൊരു പരിഹാരമല്ല. അതെപ്പോഴും മനസ്സിൽ കാണുക. ബിക്കോസ് ഫാസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരം എപ്പോഴും സെൽഫ് പ്രിസർവിങ്, അതായത് ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരം. നമ്മളെക്കാളും കുറച്ചുകൂടെ ഇന്റലിജന്റ് ആണ്. അപ്പൊ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തു കഴിയുമ്പോൾ ശരീരം അങ്ങ് സ്റ്റാവേഷൻ മോഡിൽ പോകും. അതായത് ആ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് വലിയ ചെലവഴിക്കില്ല, എനർജി ചെലവഴിക്കൽ കുറയും. അതോടെ നമ്മൾ ഡള്ളായി, നമുക്ക് ക്ഷീണം, തളർച്ച, നമ്മൾ ചെയ്യുന്ന ജോലികൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാണ്ട് വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സോ ഒരിക്കലും ഫാസ്റ്റിങ്ങും ഒബീസിറ്റിക്കുള്ള ഒരു മാനേജ്മെന്റ് അല്ല. പിന്നെ എന്താണ് ഒബീസിറ്റിക്ക് ഫുഡ് വൈസ് ഉള്ള മാനേജ്മെന്റ്? നമ്മൾ ശരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള, അതായത് സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ് ഒബീസിറ്റി മാനേജ്മെന്റിനും എടുക്കേണ്ടത്. അതിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഭക്ഷണ സമയം മാറ്റി മറിച്ചും പോകുമ്പോഴാണ് പലപ്പോഴും ദഹന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് കിട്ടുന്ന ഭക്ഷണം മൊത്തം ശരീരം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത്. പിന്നെ ഫാറ്റ് ബേണേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഭക്ഷണങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പിന്നെ ഉലുവ, മുളപ്പിച്ച ഉലുവയുടെ ഇല, ഉലുവ, കായം, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അന്യാധീനപ്പെട്ടു പോവുകയാണ്. നമ്മൾ പാക്ക് ഇൻസ്റ്റന്റ് മസാലകൾ മേടിക്കുന്നു, ഇടുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അതിൽ എന്തൊക്കെ ചേരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ ഈ വക സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അതിന്റെ അർത്ഥം ഒരിക്കലും മീറ്റ് കഴിക്കാൻ പാടില്ല, ചിക്കൻ കഴിക്കാൻ പാടില്ല, എഗ്ഗ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ചിലർ എഗ്ഗൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിക്കളയും. എഗ്ഗ് ശരിക്കും നല്ല സോഴ്സ് ഓഫ് കാൽഷ്യം ഒക്കെയാണ്. നമുക്ക് വൈറ്റമിൻ D3 ഒക്കെ നമുക്ക് അതിന്റെ പ്രിക്കസർ കിട്ടുന്നത് എഗ്സിന്ന് മാത്രമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മാൽനറിഷ്ഡ് ആവുകയാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും ഒബീസിറ്റിയിൽ നിന്ന് നമ്മൾ ഹെൽത്തിലേക്കാണ് പോകേണ്ടത്, വേറൊരു അസുഖത്തിലേക്കല്ല പോകേണ്ടത്. അപ്പം ഭക്ഷണം പ്രോപ്പറായിട്ട് ക്രമീകരിക്കുക. നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക. ഒരു സമയം കഴിഞ്ഞാൽ, അതായത് രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രോസസ്ഡ് ഫുഡ് പരമാവധി കുറയ്ക്കുക. അപ്പൊ ഫുഡിൽ നമുക്ക് ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു വ്യക്തിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് വ്യായാമം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പം പോലെ സൈക്കിൾ ചവിട്ടോ അല്ലെങ്കിൽ നടപ്പോ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുക, സ്റ്റെപ്പിൽ നിന്ന് വണ്ടി കയറുക, നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക, കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു പോരുക. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരു 15 to 30 മിനിറ്റ്സ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വലിയ കസരത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ബ്രിസ്ക് വാക്കിംഗ്, തുറസായ സ്ഥലത്ത് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നോളുക. അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. അപ്പൊ ഈ 15 to 30 മിനിറ്റ്സ് വാക്കിംഗ് എല്ലാവരും, ഇപ്പൊ ഒബീസ് അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്നും നല്ലതിലേക്ക് നയിക്കുള്ളൂ. അപ്പം വാക്കിംഗ് ആയി, ഫുഡായി, എന്നിട്ടും ഒരു വിഭാഗം ആൾക്കാരുടെ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുറയുന്നില്ല. അവിടെയാണ് നമ്മൾ മരുന്നുകളുടെ ഉപയോഗം വരുന്നത്. അപ്പം ഞാനൊരു ഹോമിയോപ്പത്താണ്, ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ഒബീസിറ്റി മാനേജ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിനുള്ള മരുന്നുകൾ, ഹോമിയോ മരുന്നുകൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഹോമിയോ മരുന്നുകൾ ഒബീസിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നല്ല,
മറിച്ച് എന്ത് കാരണം കൊണ്ടാണോ ഈ വ്യക്തി ഒബീസ് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് നയിക്കപ്പെട്ടത്, ആ കാരണത്തെ നീക്കം ചെയ്യലാണ് നമ്മൾ ഹോമിയോ മരുന്നുകളിലൂടെ ചെയ്യാറ്. അപ്പം ഹോമിയോ മരുന്നുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് പല ക്രേവിങ്സ് ഉണ്ട്. അപ്പൊ ചിലവർക്ക് എന്തെല്ലാം കഴിച്ചാലും മധുരമില്ലാണ്ട് പറ്റില്ല, ചോറില്ലാണ്ട് പറ്റില്ല, അങ്ങനെ കുറെ നിർബന്ധനങ്ങളും ഉണ്ട്. അപ്പൊ ആ ഭക്ഷണത്തിലുള്ള ആ നിർബന്ധങ്ങളും ആ ഒരു ക്രേവിങ്സും നമ്മുടെ മരുന്നുകൾ കൊടുത്ത് ആ പേഷ്യൻറ്റിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഈ 3 ഘടകങ്ങൾ, എക്സസൈസ്, പ്രോപ്പർ ഫുഡ് ടൈമിങ്സും ഫുഡ് ടൈപ്പും പ്ലസ് നമ്മുടെ മെഡിസിൻസ് കഴിച്ചാൽ നമുക്ക് മോർബിഡ് ഒബീസിറ്റി വരെ ഒരു പരിധിക്ക് വരെ നോർമലിലേക്ക് വരുത്തി തീർക്കാവുന്നതാണ്.